യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി ജീവിച്ചാൽ മാത്രമേ നമുക്ക് മരണശേഷം സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചിന്ത, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സഹോദരങ്ങളോട് പിറുപിറുത്താൽ, എപ്പോഴാണ് പിറുപിറുക്കുക? ഉള്ളിൽ ദേഷ്യം വരുമ്പോൾ, അവരുടെ സഹോദരനോട് നമുക്ക് വളരെയധികം അസ്വസ്ഥത തോന്നുമ്പോൾ. അങ്ങനെ ഉണ്ടായാൽ നാം വിധിക്കപ്പെടും എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള, മോശമായിട്ടുള്ള ഒരു വിധിയായിരിക്കും നമുക്ക് ലഭിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്നുണ്ട്, സഹോദരനോട് കോപിക്കാൻ പാടില്ല, കോപിച്ചാൽ നീയും ന്യായവിധിക്ക് അർഹനാകും എന്ന്. അതുപോലെ തന്നെ സഹോദരനെ ഭോഷ എന്ന് വിളിച്ചാൽ ന്യായാധിപസംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢിയെന്ന് വിളിച്ചാൽ ഉറപ്പായിട്ടും നരകത്തിൽ തീയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഓരോ ചിന്തയും സംസാരവും പെരുമാറ്റവുമൊക്കെ എന്തുമാത്രം കരുതലുള്ളതായിരിക്കണമെന്നാണ് വചനം സൂചിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ തന്നെ നമുക്ക് ജീവിക്കാം. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മരണശേഷം സ്വർഗത്തിലെത്തുന്നില്ലെങ്കിൽ ഈ ജീവിതം പാഴായി പോവുകയാണ്. അങ്ങനെ ഒരു ദുരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ, ന്യായത്തിന് മുമ്പിൽ നിൽക്കാതിരിക്കാൻ, വിധിക്കപ്പെടാതിരിക്കാൻ, പിറുപിറുപ്പ് കൂടാതെ സഹോദര സ്നേഹത്തിൽ, നന്മയിൽ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.